തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറെയും മുൻ മേയറെയും അയോഗ്യയാക്കാൻ ഓംബുഡ്സ്മാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകി. ലോറിയിൽ കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേടിന് കോർപ്പറേഷനുണ്ടായ 1 കോടി രൂപയുടെ നഷ്ടത്തിനുമാണ് നടപടി. ജസ്റ്റിസ് PS ഗോപിനാഥൻ റേയാണ് ഉത്തരവ്. അതേസമയം ഡെപ്യൂട്ടി മേയറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട കോർപ്പറേഷൻ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. കുടിവെള്ള വിതരണത്തിലുണ്ടായ ക്രമക്കേടിൽ തൃശൂർ സ്വദേശി KD മാത്യു നൽകിയ പരാതിയിലാണ് നിലവിലെ ഡെപ്യൂട്ടി മേയർ ML റോസിയും മുൻ മേയർ അജിത ജയരാജനും 35 ലക്ഷം രൂപ കെട്ടിവെക്കാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുവാനും ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയത്. മുൻ സെക്രട്ടറി KM ബഷീറും 35 ലക്ഷം രൂപ കെട്ടിവെക്കണം. സാധാരണ നിലയിൽ ഓംബുഡ്സ്മാന്റെ തീരുമാനം വന്നാൽ പദവിയിലിരിക്കുന്നവർ രാജിവെക്കണം. എന്നാൽ കോർപ്പറേഷൻ കൗൺസിലിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ML റോസിയോട് രാജിവെക്കേണ്ടെന്ന് CPIM നിർദ്ദേശിച്ചിട്ടുണ്ട്. വിധി വന്ന വിവരം കൗൺസിലിനെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചിരുന്നു. ഹൈക്കോടതി വിധി മറികടന്ന് കുറഞ്ഞ നിരക്കിലുള്ളയാളെ ഒഴിവാക്കി മറ്റൊരാൾക്ക് കരാർ നൽകുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതായി ഓംബുഡ്സ്മാൻ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന് ടെൻഡർ വിളിക്കുകയും 1000 ലിറ്ററിന് 99 രൂപ നിരക്കിൽ വിതരണം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയ കരാർ അട്ടിമറിച്ച് മുൻ കരാറുകാരന് കരാർ നീട്ടി നൽകിയെന്നാണ് ആരോപണം. പക്ഷെ ഇവരെപ്പോഴും ഉപയോഗിക്കുന്നത് പഴയ കരാറുകാർക്ക് ഒതുങ്ങാണ്. അത് ഞാനത് സ്പെസിഫൈ ചെയ്തിരുന്നു. പഴയ കരാറുകാരെ വേറെ കണ്ടിന്യൂയിങ് കരാറുകാരായിരിക്കണം. ഇവിടെ കണ്ടിന്യൂയിങ് നേച്ചറില്ല. അവര് 2 മാസം കഴിഞ്ഞാലും വിതരണം നടന്നു അവർ പോയി. അവര് അപ്പൊ ഒരു പബ്ലിക്കിനെ വിളിച്ചിട്ട് ഇവര് കരാർ കൊടുക്കണം. കൗൺസിൽ 4/15 ചെയ്തത്. അതിനുശേഷമാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തില് ഈ റേറ്റ് കുഴപ്പമില്ല, നഷ്ടത്തില്ല. ഒരാൾ കരാറെടുത്തില്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് CBC ഗൈഡ്ലൈൻസ് വേണം. അതേസമയം ഓംബുഡ്സ്മാൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി മേയറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയത് കോർപ്പറേഷൻ യോഗത്തിൽ പ്രതിഷേധത്തിനിടയാക്കി. നിലവിൽ ഒരംഗത്തിന്റെ മുൻതൂക്കത്തിലാണ് LDF കോർപ്പറേഷൻ ഭരണം നിലനിർത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഓംബുഡ്സ്മാന്റെ ഉത്തരവിന്മേൽ ഭരണപ്രതിസന്ധി ഒഴിവാക്കാൻ കോടതിയെ സമീപിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. ജനം, തൃശൂർ.